ഇതേപോലെ ചിരവയൊക്കെ മൂർച്ച കൂട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇടികല്ല് കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഇടിക്കുന്ന ആ കല്ലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുനമ്പ് ഭാഗത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല മൂർച്ച കിട്ടും. എന്നിട്ട് നമ്മൾ തേങ്ങ ചിരവി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചിരവി കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ മുറിച്ച് കൂടി കിട്ടും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ താക്കോലിനകത്തൊക്കെ നമ്മൾ പൂട്ട് ഇടുമ്പോഴത്തേനും പൂട്ടിനകത്ത് താക്കോൽ ഇടുമ്പോഴത്തേനും കയറാനൊക്കെ നല്ല ടൈറ്റാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രീമോ എണ്ണയോ വാസലിൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രീമോ എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് പ്രസ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൂട്ടിനകത്ത് താക്കോലിട്ട് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കയറും കണ്ടോ. അപ്പോൾ അതിന് വാസലിൻ തന്നെ വേണമെന്നില്ല, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ടിപ്പ്, നമ്മൾ ഉറുമ്പൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഉറുമ്പ് പൊടിയൊക്കെ മേടിച്ചിട്ടാൽ അത് നമുക്ക് കുട്ടികൾക്കൊക്കെ അത് പ്രശ്നം ഉണ്ടാകും. അപ്പം അലർജിയുടെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഉറുമ്പുണ്ടെങ്കിൽ നല്ല മണമുള്ള പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ. ആ ഹോളിൽ കൂടെയൊക്കെ ഉറുമ്പ് വരുന്നിട്ട് ജനലിൻ്റെ ഭാഗത്തൊക്കെ കീറുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ നല്ല മണമുള്ളൊരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ശല്യം ഇല്ലാതാകും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചീപ്പ് വൃത്തിയാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് പൗഡർ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചൊന്ന് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കുകൾ കണ്ടോ, അഴുക്ക് പൊടിയായിട്ട് ഇങ്ങോട്ട് വന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പം ഇതേപോലെ ചെയ്യുക. ചീർപ്പ് പെട്ടെന്ന് വൃത്തിയാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണുക. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചീർപ്പ് ഇതേപോലെ പൗഡറൊന്ന് കുടഞ്ഞിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ആ പൊടി അഴുക്കും എല്ലാം പോയി കിട്ടും കണ്ടോ. അപ്പോൾ അതേപോലെ എല്ലാ ചീർപ്പും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പൊടിയും അഴുക്കുമായിട്ട് വന്നത് കാണിച്ചു തരാം കണ്ടോ. നല്ല അഴുക്ക് അതിനകത്തുനിന്ന് പോയി കിട്ടിയിട്ടുണ്ട്.